മൈക്കിൾ ജാക്സന്റെ സംഗീതം സ്വാധീനിച്ചിട്ടില്ലാത്ത ആളുകൾ കൂടി ഇത് കേൾക്കുന്നുണ്ടെന്നറിയാം. വളരെ മനസ്സിൽ തട്ടിയൊരു കാര്യം പറയുകയാണ്. സിനിമയിലാവട്ടെ, നാടകത്തിലാവട്ടെ, ഏതൊരു ആർട്ട് ഫോം നമ്മൾ ആസ്വദിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ തലച്ചോറിലൊക്കെ ഭാവിക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സംഗതി എല്ലാ കാലത്തേക്കും വേണ്ടി കിട്ടുമ്പോഴാണല്ലോ ആ ആർട്ട് ഒരു റിയൽ ക്ലാസിക് ആർട്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് റിലീസ് ചെയ്തൊരു സിനിമ മൈക്കിൾ ജാക്സനെ കുറിച്ചുള്ളൊരു ബയോപിക്. ഈ ജീവചരിത്ര സംബന്ധമായിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഗാന്ധി റിച്ചാർഡ് ആറ്റൻബറോയുടെ സംവിധാനത്തിൽ വന്ന് ലോകം മുഴുവൻ കീഴടക്കി ഓസ്കാർ കിട്ടിയതാണ്, ഒരുപാട് അവാർഡുകൾ കിട്ടിയതാണ്. അതുമുതൽ ഇന്ദിരാഗാന്ധിയുടെ ബയോപിക് വരെ നമ്മൾ കണ്ടതാണ്, ശകുന്തളാദേവിയുടെ ബയോപിക് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ സംഭവങ്ങളുടെ ബയോപിക്കും ഉണ്ട്. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധമുണ്ട്, ഫ്രഞ്ച് റവല്യൂഷനുണ്ട്, റഷ്യൻ റവല്യൂഷനുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ട് ആസ്വദിച്ചിട്ട് ഇപ്പോൾ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയതിൻ്റെ കഥയെക്കുറിച്ചുള്ള ആ സംഭവത്തെയും വ്യക്തിയെയും കുറിച്ചുള്ള ജീവചരിത്രമുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ചെറിയ രൂപത്തിലൊന്നുമല്ല. മൈക്കിൾ ജാക്സൻ്റെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ അത് വളരെ തിരക്ക് പിടിച്ച് ലോകം മുഴുവൻ ആൾക്കാർ കണ്ട് സൂപ്പർ ഹിറ്റായിട്ട് മാറിയപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? അതന്വേഷിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി പോയത്. യഥാർത്ഥത്തിൽ മൈക്കിൾ ജാക്സൻ്റെ കാലഘട്ടത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റി എന്നുള്ളൊരാളാണ് ഞാൻ, നമ്മൾ ഈ കാണുന്ന നിരവധി ആളുകളെപ്പോലെ. 2009 50ാമത്തെ വയസ്സിൽ മരിച്ചുപോയ 20ാം നൂറ്റാണ്ടിൻ്റെ സംഗീത ഇതിഹാസം തുല്യം വയ്ക്കാൻ പോലും ഒരാളില്ലാത്ത പോപ്പ് ഗായകൻ, അതായത് കിങ് എന്ന് അറിയപ്പെടുന്ന ഒരു ഗായകനുണ്ടെങ്കിൽ അത് മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിൻ്റെ ഗാനം, അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ ചുവടുവയ്പ്പുകൾ ഇതൊക്കെ സ്വാധീനിക്കപ്പെടാതെ ആർക്കെങ്കിലും ആ സമയത്ത് ഈ സംഗീത തൽപരരായ ആർക്കെങ്കിലും കടന്നുപോയോന്നറിയില്ല. അത്രയ്ക്ക് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പല ആളുകളും പറഞ്ഞു അതൊന്നും കണ്ട് പഠിക്കേണ്ടതില്ല, അതൊക്കെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടെന്നൊക്കെ പറയുകയും മാസ്മരികമായ ജീവിതത്തിൻ്റെ അവാച്യമായ അനുഭൂതിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഈ സംഗീതം മാത്രമല്ല അതിനപ്പുറമുള്ള ചില തലങ്ങളുണ്ടെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ചില സന്ദേശങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു വിഭാഗം യൂത്ത് അതിൽ നിന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്ത കഥകൾ, വിവാദങ്ങൾ ഒരുപാടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിതവും മരണവും ഒക്കെ വിവാദവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദുരൂഹതകൾ എപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളാണ്. എന്നാൽ അദ്ദേഹം ഒരു അതിപ്രശസ്തനാകുന്നത് വരെയുള്ള സംഭവങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് അന്റോയിൻ ഫുക്കുവ എന്ന ഡയറക്ടർ, അദ്ദേഹത്തെ ഈ ക്രൈം ത്രില്ലർ സീരീസുകളിലൂടെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ബ്ലാക്ക് റീൽ അവാർഡ് എന്ന് പറഞ്ഞ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡയറക്ടറായിട്ട് 2001 പുരസ്കാരം കിട്ടിയിട്ടുള്ള ഫുക്കുവ നേരത്തെ അതിനെ അറിയപ്പെട്ടിരുന്ന മ്യൂസിക് ആൽബങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ശ്രദ്ധേയനായിട്ടുള്ള ഡയറക്ടർ, പ്രൊഡ്യൂസർ എന്ന രൂപത്തിലാണ്. അദ്ദേഹം ഒരു വലിയ റിസ്ക്കാണ് ഏറ്റെടുത്തത്. മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സാധാരണ പ്രേക്ഷകന് അദ്ദേഹം മരിച്ച് ഇത്രയും വർഷം കഴിയുമ്പോൾ എന്താണ് കിട്ടാനുള്ളത്? സത്യം പറഞ്ഞ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഒരു 6 വയസ്സുകാരൻ്റെ 7 വയസ്സുകാരൻ്റെ അല്ലെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ കാലിൻ്റെ ചലനം പോലും ജീവിതത്തിൽ കോടിക്കണക്കിന് ആൾക്കാരെ സ്വാധീനിക്കുന്ന വിധത്തിലാക്കി മാറ്റുന്നത് എങ്ങനെ, അതിന് കിട്ടിയ ശിക്ഷണം എങ്ങനെ, അതിൻ്റെ ജനിതക ഘടകം എങ്ങനെ, അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അവിടെ എങ്ങനെ ഒരാൾ പെരുമാറണം, ഒരു ഏകാന്തമായ ചിന്തയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പരീക്ഷണശാല, അക്ഷരാർത്ഥത്തിലെ ലബോറട്ടറിയായി മൈക്കിൾ ജാക്സൺ എന്ന കുട്ടിയുടെ ജീവിതം മാറുന്നത് ഈ 2 മണിക്കൂറിൽ എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ടാണ് ഒരു ആർട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷാ നിർഭരമായ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ചിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന വിധത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന മൈക്കിൾ ജാക്സൺ എന്ന ഈ 2 മണിക്കൂർ 7 മിനിറ്റുള്ള സിനിമ നിങ്ങളൊന്ന് കാണണമെന്ന് ഞാൻ വ്യക്തമായിട്ട് നിർദ്ദേശിക്കുകയാണ്. ഒരുപാട് ഇൻസ്പിറേഷൻ ഉള്ളിൽ കിട്ടാവുന്ന മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള, അതേസമയം സംഗീതത്തിൻ്റെ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങളിലൂടെ തിയേറ്റർ ഇളകി മറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാ പ്രായവും മറികടന്ന് 80ഉം 90ഉം വയസ്സുള്ള ആൾ പോലും യുവത്വത്തിലേക്ക് പോയിട്ട് ആ കുട്ടി മൈക്കിൾ ജാക്സൺ എന്ന കുട്ടിയോടൊപ്പം, ചെറുപ്പക്കാരനോടൊപ്പം തുള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഉല്ലാസം നിറഞ്ഞൊരു മനസ്സുമായി തിയേറ്റർ വിടുന്ന രംഗങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ഈ മൈക്കിൾ ജാക്സൺ എന്ന സിനിമ. അതിൻ്റെ 2ാം ഭാഗം 3ാം ഭാഗം ഒക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അത്രയ്ക്കൊരു മനസ്സിൽ തട്ടി അടുത്ത കാലത്ത് കണ്ടതിൽ നമുക്ക് നിസ്സംശയം പറയാവുന്ന വിധത്തിലുള്ള ഒരു നല്ല ക്ലാസിക് ആർട്ടിൻ്റെ സർവ്വ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു സിനിമയായി ഈ മൈക്കിൾ ജാക്സൺ ബയോപിക് മാറുന്നു.